നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പുതുവത്സര ദിനത്തിൽ ജപ്പാനിലുണ്ടായത് 155 ഭൂചലനങ്ങൾ. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ജപ്പാനിലെ ഭൂകമ്പത്തിലും സുനാമിയിലും ഇതിനോടകം 8 പേരാണ് മരിച്ചതായി റിപ്പോർട്ടുകളുള്ളത്. തിങ്കളാഴ്ച മുതൽ ജപ്പാനിൽ ചെറുതും വലുതുമായ 155 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. മിക്ക പ്രകമ്പനങ്ങളും റിക്ടർ സ്കെയിലിൽ 3-ൽ കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവ കൂടുതലും 3-ൽ കൂടുതൽ തീവ്രതയുള്ളവയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 6 ശക്തമായ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന ദ്വീപായ ഹോൺഷുവിലെ ഇഷിക്കാവ പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത 7.5 ആണെന്ന് US ജിയോളജിക്കൽ സർവേയും അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ഈ മേഖലയിലുണ്ടായ 90-ലധികം ഭൂചലനങ്ങളിൽ ഒന്നാണിതെന്ന് ജപ്പാനീസ് അധികൃതർ പറയുന്നു. ഇഷിക്കാവയിൽ തുടർന്നും ചലനത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതേസമയം ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതിനോടകം 13ആയി. നിരവധി കെട്ടിടങ്ങളും തകർന്നു. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് മുന്നറിയിപ്പിന്റെ തീവ്രത കുറച്ചു. തീരമേഖലയിൽ നിന്ന് ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പുണ്ട്. കടലോരമായ ഇഷിക്കാവ പ്രീഫെക്ചറിലെ നോത്തോയിൽ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 4:10 ഭൂകമ്പത്തിൽ 1.2 മീറ്റർ ഉയരത്തിൽ തിരമാല അടിക്കുകയായിരുന്നു. ഭൂകമ്പ മാപിനിയിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ചലനത്തിൽ വീടുകൾ തകരുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 5 മീറ്ററിലേറെ ഉയരത്തിൽ തിരമാല അടിക്കുന്ന വൻ സുനാമി ഉണ്ടാകുമെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി ആദ്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് അതിന്റെ തീവ്രത താഴ്ത്തുകയായിരുന്നു. ആദ്യ ഭൂകമ്പത്തിന് ശേഷമുള്ള 90 മിനിറ്റിനിടെ 4 തീവ്രത രേഖപ്പെടുത്തിയ 21 എണ്ണം ഉൾപ്പെടെ ഒട്ടേറെ തുടർചലനങ്ങളും ഉണ്ടായി. പ്രാദേശിക സമയം രാത്രി 11ഓടെ 7 തീവ്രതയുള്ള ഭൂകമ്പങ്ങളും ഉണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ ആകെ 155 ഭൂചലനങ്ങളാണ് മേഖലയിൽ അനുഭവപ്പെട്ടതെന്നാണ് ജപ്പാൻ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾക്കുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇഷിക്കാവയിൽ പലയിടത്തും റോഡും വൈദ്യുതി വിതരണവും തകർന്നിരിക്കുകയാണ്. 33,000 വീടുകളിലേക്കുള്ള വൈദ്യുതി നിലച്ചിരിക്കുകയാണ്. പുതുവത്സര ദിനത്തിൽ പ്രധാനമായും ജപ്പാന്റെ മധ്യഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. തിരമാലകൾ 1 മീറ്റർ ഉയരത്തിലും ആഞ്ഞടിച്ചു. 12 പേരുടെ മരണമാണ് പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടങ്ങളും ഉണ്ടായി. തകർന്ന കെട്ടിടങ്ങൾ, തുറമുഖത്ത് മുങ്ങിയ ബോട്ടുകൾ, വൈദ്യുതിയില്ലാതെ ഇരുട്ടിൽ ജനങ്ങൾ എന്നിങ്ങനെയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മേഖലയിലെ 32,700 വീടുകളിൽ ചൊവ്വാഴ്ച വൈദ്യുതി മുടങ്ങിയതായാണ് റിപ്പോർട്ടുകളുള്ളത്. തിങ്കളാഴ്ച കുറഞ്ഞത് 1.2 മീറ്റർ ഉയരമുള്ള തിരമാലകൾ വാജിമ തുറമുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് തീരപ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം മുന്നറിയിപ്പ് പിൻവലിക്കുകയായിരുന്നു. 10,000-കണക്കിന് ആളുകളെയാണ് ഒഴിപ്പിച്ചത്. 1000-ഓളം പേർ സൈനിക താവളത്തിൽ താമസിക്കുന്നുമുണ്ട്. ജപ്പാനിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം, ഭക്ഷണം, പുതപ്പുകൾ, ഇന്ധനം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വിമാനങ്ങളോ കപ്പലുകളോ ഉപയോഗിച്ച് പ്രദേശത്തേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ അറിയിച്ചു. ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം പ്രദേശത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറയുന്നു.